Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ എയർ ഫ്രയർ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബട്ടർ മിൽക്ക് ബണ്ണാണ് ഈ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണ് ഷുഗറാണ് കേട്ടോ. പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റില്ലേ, ഡ്രൈ ഈസ്റ്റ്, അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇളം ചൂട് പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ലൂക്ക് വോം മിൽക്ക് അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് 5 മിനിറ്റ് നേരം മൂടി വെക്കാം. അപ്പോഴത്തേനും ഇത് പൊങ്ങി വരും കേട്ടോ. അതിൻ്റെ ചൂട് നല്ലോണം ആവാൻ പാടില്ല പാലിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ 2 കപ്പ് മൈദ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നുള്ളത്. ഇപ്പോൾ ഞാൻ 1.5 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇല്ലേ, പാൽപ്പൊടി, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മുട്ടയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് ബട്ടറാണ് കേട്ടോ. അതിന് ഉരുക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണ് ബട്ടർ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മെൽട്ടാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഇതൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മളുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അവിടെ ആക്റ്റീവായിട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ നമുക്ക് ഇതിനെ കുഴച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ 5 മിനിറ്റ് മതി. ഈ പാല് കടന്നിട്ട് ഷുഗർ മാത്രം ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് 1.5 കപ്പ് മാത്രം ആകുമ്പോഴത്തേന് ഇത് കുറച്ച് നല്ലോണം സ്റ്റിക്കി ആയിട്ട് ലൂസായിട്ടാണ് ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ 1/2 കപ്പ് മൈദ കൂടി ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് മൈദ വെച്ചിട്ടാണ് ഞാൻ 8 ബണ്ണ് വരെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ നല്ല പോലെ കുഴച്ചെടുക്കണം. അത് 10 മിനിറ്റ് 20 മിനിറ്റ് ഒന്നും കുഴച്ചെടുക്കണമെന്ന് ആവശ്യമില്ല. ഒന്ന് നമുക്കത് ബോൾസായിട്ട് ഇങ്ങനെ മാവാക്കിയിട്ട് കിട്ടൂലേ, അത്രമാത്രം കുഴച്ചെടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, അല്ലാതെ 10 മിനിറ്റ് 20 മിനിറ്റ് ഒന്നും കുഴച്ചെടുക്കണ്ട. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ വെച്ചെടുക്കുന്നുള്ളത്. അതിങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ ഞാൻ ബ്രഷ് ചെയ്തെടുത്ത് കൊടുക്കുന്നുള്ളത്, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ അടിച്ചു വെച്ചിട്ട് ഒരു 45 മിനിറ്റ് 1 മണിക്കൂറിനകത്തായിട്ട് എന്തായാലും പൊങ്ങി വരുന്നുണ്ട്. അത് തണുപ്പുള്ള സ്ഥലത്താണെങ്കിലും ചൂടുള്ള സ്ഥലത്താണെങ്കിലും ഒക്കെ 1 മണിക്കൂർ ആകുമ്പോഴത്തേനും നല്ല ഈസ്റ്റാണെങ്കിൽ അത് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ ടൈമിലേക്ക് നമുക്ക് ഇതിലേക്ക് എയർ ഫ്രയറിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നുള്ളത്. അത് അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ 1 മുട്ടയാണ് നല്ല പോലെ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 1 മുട്ടയൊന്നും ആവശ്യമൊന്നുമില്ല, ഇത്ര കുറച്ച് മാത്രം മതി. ഇത് സിസമി സീഡാണ്, വെളുത്ത എള്ളില്ലേ, അതാണ് കേട്ടോ. ഇതാ നമ്മളുടെ മാവ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ ആയിട്ടില്ല, അതിന് മുമ്പ് തന്നെ എനിക്ക് ഇവിടെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കിയിട്ട് എത്രയ്ക്കും വലുപ്പത്തിലാണോ നമുക്ക് ബണ്ണ് വേണ്ടിയിട്ടുള്ളത് അത്രയ്ക്കും വലുപ്പത്തിലാക്കിയിട്ട് ബോൾസ് എടുത്താൽ മതി. എന്നിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് 2 കൈ കൂടി ചേർന്നിട്ട് ബോൾസാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ചുകൊടുക്കാം. ഞാനിതിൽ 4 എണ്ണം വരെ വെച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് 4 എണ്ണം അവിടെ വെച്ചിട്ടായിട്ട് നമുക്കൊരു 10 മിനിറ്റ് പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒന്നും കൂടി അത് പൊങ്ങി കിട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക്
ഈ മുട്ട ബീറ്റ് ചെയ്തതില്ലേ അതിനെ എഗ്ഗ് ബീറ്റ് ചെയ്തതിനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. ഇല്ലെങ്കിൽ മേലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരില്ല. അതുകൊണ്ടാണ് ഇത് മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് മറ്റേ സീസമി സീഡില്ലേ അതുകൂടി ഇട്ട് കൊടുക്കാം. അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കറുത്തുള്ളുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴത്തേന് നമുക്ക് നല്ല ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ബണ്ണിൻ്റെ പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഈ ബണ്ണ് നമുക്ക് ഹംബർഗർ ആയിട്ട് ബർഗറൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കൂലേ അതിനൊക്കെ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുറച്ചും കൂടി ഷുഗർ കൂടുതൽ ഇടുവാണെങ്കിൽ നമുക്ക് സ്വീറ്റ് ബണ്ണായിട്ടും അത് യൂസ് ആക്കാം. നോർമൽ ഇഷ്ടമുള്ളവർ മധുരം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇത് 10 മിനിറ്റ് ആണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അത് 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ആണ് കേട്ടോ ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. 10-11 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതായി കിട്ടുന്നുണ്ട്. അത്രയ്ക്കും എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടും കിട്ടിയില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ. ഈ ബണ്ണിനെ തന്നെ നമുക്ക് ക്രീം ബണ്ണായിട്ടും യൂസ് ചെയ്യാം. നമുക്ക് എന്തിലേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബണ്ണ് കൂടിയാണ് ഇത്. വെറുതെ തന്നെ ചായക്ക് കഴിക്കാനാണെങ്കിലും കോഫിക്ക് കഴിക്കാനാണെങ്കിലും നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ആ മിൽക്ക് പൗഡർ ആരും സ്കിപ്പ് ചെയ്യണ്ട. മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല മിൽക്കിൻ്റെ തന്നെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രത്തോളം നല്ല പെർഫെക്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഈ ബണ്ണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇതിനെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല പഞ്ഞി പോലെ നല്ല തുണിയൊക്കെ ഉണ്ടാവില്ലേ അതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ അകത്തും ഇരിക്കുന്നുള്ളത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഈ ബണ്ണ് എന്തായാലും ഒരു തവണയെങ്കിലും എയർ ഫ്രയർ ഉണ്ടവർ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് നോക്ക്. ഇത് എയർ ഫ്രയറിൽ മാത്രമല്ല നമുക്ക് ഓവനിൽ വെച്ചിട്ടും ചെയ്യാം. അതുപോലെ തന്നെ OTG അല്ലാതെ നമ്മൾക്ക് കുക്കിംഗ് റേഞ്ചിലും വെച്ചിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.